വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിങ്ങിലെ ബ്ലോക്ക് 4-ലെ 13-ാമത്തെ യൂണിറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ് അവസാനത്തെ യൂണിറ്റാണ്. നമുക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോബാണ്. നമ്മുടെ ഒരു കമ്പനി എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കോർ ആക്ടിവിറ്റിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. മറ്റു ആക്ടിവിറ്റീസുകളൊക്കെ ഈ ഒരു സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു റവന്യൂ ഏണിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് സെയിൽസ് കരിയർ, സെയിൽസ് കരിയർ കൊണ്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണ്, സെയിൽസ് കരിയർ ഒരാൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സെയിൽസ് കരിയർ ഒന്നും കൂടി ബെറ്റർ ആക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സുകൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ. വൈ ഡു യു ചൂസ് എ സെയിൽസ് കരിയർ? ഒരു സെയിൽസ് പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സെയിൽസ് കരിയർ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു സെയിൽസ് കരിയർ ചൂസ് ചെയ്താലുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കൂ. ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ സെയിൽസ് കരിയർ. നമുക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് മറ്റ് ജോലികളെ പോലെയല്ല, അല്ലേ? ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ കസ്റ്റമർ, അതായത് നമ്മൾ ഓരോ കസ്റ്റമറിനെയും മീറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ നമ്മുടെ സെയിൽസ് പ്രസൻറ്റേഷൻസ് ഒക്കെ നടത്തി ഓരോ കസ്റ്റമറിനെയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അത് കമ്പനിയിലേക്ക് റവന്യൂ ഏൺ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത് ഒരു കമ്മീഷൻ ബേസ്ഡ് ജോബാണ്. ഇപ്പോൾ മറ്റു ജോബുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫിക്സ്ഡ് സാലറി ഫിക്സ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ അയാൾ മീറ്റ് ചെയ്യുന്ന ക്ലയൻറ്റിനെ അല്ലെങ്കിൽ അയാൾ അച്ചീവ് ചെയ്യുന്ന സെയിൽസിനാണ് അയാൾക്ക് എന്ത് കിട്ടുന്നത്, ഏർണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഏർണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള റവന്യൂ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കരിയറാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അയാൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് അയാൾക്ക് എന്ത് കിട്ടുന്നു, റവന്യൂ കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സെയിൽസ് കരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സാലറി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബാണ്. അപ്പം അതിലേക്ക് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സാലറി കണ്ടിട്ട് ആ ഒരു കരിയർ ചൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ. ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് എ കരിയർ ഇൻ എ സെയിൽസ്. വേറെ ഒരു ജോലിയിലും കാണാത്ത വിധത്തിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ ഒരു കരിയറിൽ കാണാൻ പറ്റും. നമുക്ക് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് അയാളുടെ ഓഫീസ് ടൈം 9 to 5 ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ഓഫീസ് ടൈമിൽ ഓഫീസിലെ കാര്യങ്ങളിൽ മാത്രമേ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷെ നമ്മളൊരു ഇത്തരത്തിലുള്ള ഒരു സെയിൽസ് കരിയർ തിരഞ്ഞെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു വ്യക്തിക്ക് സെയിൽസ് കരിയർ ചൂസ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഡോക്ടറെ പോയി കാണാനും ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനും കഴിയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു ജോലിയിലൊന്നുമില്ലാത്ത ഒരു ഫ്ലെക്സിബിലിറ്റി ഈ ഒരു ജോലിയിൽ നമുക്ക് കാണാൻ പറ്റും. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സെയിൽസ്മാൻ തൻ്റെ ടൈമിനനുസരിച്ച് ആക്ടിവിറ്റികൾ അഡ്ജസ്റ്റ് ചെയ്യാനും പേഴ്സണൽ ആക്ടിവിറ്റീസുകളൊക്കെ ഇതിനോടൊപ്പം കൊണ്ടുപോകാനും കഴിയുന്ന ഒരു ജോബാണ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി. നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ഏർണിംഗ് ആക്ടിവിറ്റി ആണ്. മറ്റു ജോബിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ കമ്പനി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ജോബാണ്. കാരണം ഈ ഒരു സെയിൽസിലൂടെയാണ് മറ്റു കമ്പനികളുടെ മറ്റു ആക്ടിവിറ്റീസുകളൊക്കെ പ്രവർത്തിക്കുന്നത്, അല്ലേ? സെയിൽസ് നടത്തിയാലേ കമ്പനിക്ക് എന്ത് കിട്ടുന്നുള്ളൂ. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ. വാട്ട് ഡസ് എ പ്രൊഫഷണൽ സെയിൽസ് പേഴ്സൺ ഡു? ഒരു പ്രൊഫഷണൽ സെയിൽസ് പേഴ്സന്റെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അയാളുടെ ജോലികൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ക്രിയേറ്റ് ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? നമുക്കറിയാം ഒരു സെയിൽസ് പേഴ്സൺ നിരന്തരം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും അതേപോലെ തന്നെ പ്രോസ്പെക്റ്റീവ്സിനെ കണ്ടെത്തുകയും ചെയ്യുകയും അവരെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യണം.
അല്ലെ. അതായത് ഒരു സെല്ലറിന്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് അയാൾ സെർച്ച് ചെയ്യണം. പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് സെർച്ച് ചെയ്യുകയും അവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ കസ്റ്റമറിലേക്ക് ചേഞ്ച് ചെയ്യുക. അതായത് പ്രോസ്പെക്റ്റീവ് എന്നുള്ള ആ ഒരു പ്ലേസിൽ നിന്ന് കസ്റ്റമറിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ക്രിയേറ്റ് ന്യൂ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കൂ, സെൽ മോർ ടു പ്രസന്റ് കസ്റ്റമേഴ്സ്. ഒരു സെല്ലറിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ ഒന്നാണ് പുതിയ കസ്റ്റമറിനെ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. നമുക്കറിയാം, പുതിയൊരു കസ്റ്റമറിനെ കൊണ്ടുവരുന്നത് വളരെയധികം ചെലവേറിയ പ്രോസസ്സാണ്. അപ്പോൾ നിലവിലുള്ള കസ്റ്റമറിന് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സുകൾ കൊടുത്തുകൊണ്ടും അവർക്ക് കൂടുതൽ ക്വാളിറ്റി ഗുഡ്സ് കൊടുത്തുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്യണം? നിലനിർത്തുക എന്നുള്ളത് സെല്ലറുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ നോക്കൂ, ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ്. അല്ലേ, സെല്ലർ അയാളുടെ സെയിൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് അയാളുടെ ജോലി തീരുന്നില്ല. അല്ലെ, അത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത്? അയാളുടെ കസ്റ്റമറിനെ നിരന്തരമായിട്ട് അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുകയും ആ ഒരു പ്രൊഡക്ട്സിൽ അയാൾ ഹാപ്പി ആണോ എന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് കസ്റ്റമറുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് ഒരു സെല്ലറിന്റെ സക്സസ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നോക്കൂ, പ്രൊവൈഡ് സൊല്യൂഷൻസ് ടു കസ്റ്റമർ പ്രോബ്ലം. നമുക്കറിയാം, സെല്ലർ എപ്പോഴും ശ്രമിക്കേണ്ടത് ഒരു പ്രൊഡക്റ്റ് വിൽക്കാനല്ല. എന്താണ് കസ്റ്റമറിന്റെ പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷനെയാണ് വിൽക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോഴാണ് കസ്റ്റമർ എന്ത് ചെയ്യുന്നുള്ളൂ? ആ ഒരു സെല്ലറിലും ആ ഒരു പ്രൊഡക്റ്റിലും ആ ഒരു കസ്റ്റമറിൽ വിശ്വാസം ഉണ്ടാകുന്നുള്ളൂ. അല്ലേ, അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക അല്ലെങ്കിൽ ഒരു സർവീസ് വിൽക്കുക എന്നുള്ളതിലൂടെ സെല്ലർ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? ഒരു കസ്റ്റമറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തു കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നോക്കൂ, പ്രൊവൈഡ് സർവീസസ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞു, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആഫ്റ്റർ സർവീസസ് ഒക്കെ ആഫ്റ്റർ സെയിൽസ് സർവീസസ് ഒക്കെ ചെയ്തു കൊടുക്കുക. കസ്റ്റമറിന് എന്തെങ്കിലും ഗ്രീവൻസ് റിഡ്രസൽ, എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സിന് എന്തെങ്കിലും ഡാമേജസുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസസ് ആരും ഉറപ്പുവരുത്തണം? സെല്ലർ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നോക്കൂ, ഹെൽപ്പ് കസ്റ്റമർ റീസെൽ പ്രൊഡക്ട്സ്. അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സെല്ലർ എപ്പോഴും ശ്രമിക്കേണ്ടത് ഒരു പേഴ്സണൽ സെല്ലറിന്റെ ഹോൾസെയിൽ കസ്റ്റമറിനും അതേപോലെ തന്നെ റീറ്റെയിൽ കസ്റ്റമറിനും ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. എങ്ങനെയാണ് കസ്റ്റമറിന് സാധനങ്ങൾ വിൽക്കേണ്ടത്, എങ്ങനെയാണ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഡിസ്പ്ലേ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള അഡ്വൈസസുകളൊക്കെ ഈ ഒരു നമ്മുടെ ഹോൾസെയിൽ കസ്റ്റമറിനും റീറ്റെയിൽ കസ്റ്റമറിനും കൊടുത്തുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്പ് കസ്റ്റമേഴ്സ് യൂസ് പ്രൊഡക്റ്റ് ആഫ്റ്റർ പർച്ചേസ്. ഇപ്പോൾ വളരെയധികം ടെക്നിക്കലി ആയിട്ടുള്ള വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ സെല്ലർ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ കസ്റ്റമറിനോട് അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, അതെന്തൊക്കെയാണ് അത് യൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതെങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെയുള്ള അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ യൂസിനെ കുറിച്ചും ഒക്കെ ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു സർവീസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കലി ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ വിൽക്കുമ്പോഴാണ് ഈ ഒരു ഹെൽപ്പ് കസ്റ്റമറിന് സെല്ലർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് ബിൽഡ് ഗുഡ് വിൽ വിത്ത് കസ്റ്റമേഴ്സ്. അല്ലെ, കസ്റ്റമർ നമുക്കറിയാം ഒരു സെല്ലറിന്റെ കയ്യിലാണ് ഒരു കമ്പനിയുടെ ഗുഡ് വിൽ ഇരിക്കുന്നത്. അല്ലെ, സെല്ലർ എങ്ങനെയാണ് കസ്റ്റമറിനോട് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെല്ലർ എങ്ങനെയാണ് കസ്റ്റമറിനോട് ബിഹേവ് ചെയ്യുന്നത്, സെല്ലർ എങ്ങനെയാണ് കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനിയുടെയും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെയും ഗുഡ് വില്ല് കസ്റ്റമറിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നത്. അല്ലേ, അപ്പോൾ നമ്മൾ സെല്ലർ ഒരു ബാഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടോ ആണ് കസ്റ്റമറുമായിട്ട് മീറ്റ് ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു കമ്പനിയെ കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചും ഒരു ബാഡ് ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു സെല്ലറിന്റെ കയ്യിലാണ് ആ ഒരു കമ്പനിയുടെയും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെയും ഗുഡ് വിൽ ഇരിക്കുന്നത്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബിൽഡ് ഗുഡ് വിൽ വിത്ത് കസ്റ്റമർ. അതുപോലെ തന്നെ പ്രൊവൈഡ് കമ്പനി വിത്ത് മാർക്കറ്റ് ഇൻഫർമേഷൻ. അല്ലെ,
സെല്ലർ എന്ത് ചെയ്യുന്നു, കസ്റ്റമറുമായിട്ട് നേരിട്ടാണ്, ഡയറക്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. കസ്റ്റമറിന്റെ ടേസ്റ്റ് എന്താണ്, കസ്റ്റമറിന്റെ പ്രിഫറൻസ് എന്താണ്, കസ്റ്റമറിന്റെ റിയാക്ഷൻ എന്താണ്, കസ്റ്റമറിന്റെ കംപ്ലൈന്റ് എന്താണ്, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനനുസരിച്ചുള്ള മാർക്കറ്റ് ഇൻഫർമേഷൻ, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് മാർക്കറ്റിലെ, കസ്റ്റമർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് സെല്ലർ വഴിയാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് പേഴ്സൺ പ്രധാനമായും ചെയ്യേണ്ട കുറച്ച് ജോലികളെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ഭാഗം നോക്കൂ. ടൈപ്സ് ഓഫ് സെയിൽസ് ജോബ്സ് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രീസ്. നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത് വ്യത്യസ്ത ജോബുകളിൽ വ്യത്യസ്ത ജോലികളാണ് സെല്ലർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഇൻഡസ്ട്രീസിനെ പരിചയപ്പെടാം. ഓരോ ഇൻഡസ്ട്രീസിലും സെയിൽസ് പേഴ്സൺ ചെയ്യുന്ന ടാസ്കുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് IT ഇൻഡസ്ട്രി സെയിൽസ് കരിയർ. നമുക്കറിയാം IT ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം നോളജും അതേപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള സ്പെഷ്യലൈസേഷനൊക്കെ വേണ്ട ഒരു ജോബാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഹൈ ഇൻകം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയും ഉണ്ട്. അപ്പൊ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഏജന്റ് ആണ് IT ഇൻഡസ്ട്രീസിലെ സെയിൽസ് ഏജന്റ്. അപ്പൊ അയാൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നോക്കൂ. സ്പീക്സ് ടു കസ്റ്റമർ, അല്ലെ, കസ്റ്റമറിനോട് ഫോണിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഗെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി കസ്റ്റമർ നീഡ്, അല്ലെ, കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ എന്താണ് അത് അറിഞ്ഞുകൊണ്ട് ഒരു സെല്ലർ അയാളുടെ നോളജ് ആ കസ്റ്റമറിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അല്ലെ. അപ്പോൾ കസ്റ്റമറിന് എന്താണോ ആവശ്യം ആ ആവശ്യത്തെ ഐഡന്റിഫൈ ചെയ്യുകയും മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് കസ്റ്റമറിന്റെ മുന്നിൽ അയാളുടെ നോളജ് അപ്ലൈ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നോക്കൂ, എൻഷ്യൂർ ക്വാളിറ്റി ഓഫ് സർവീസസ്, അല്ലെ, അതായത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ആൻഡ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനിലൂടെ ഈ ഒരു എന്താണോ അയാൾ സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ്, എന്ത് ഹാർഡ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി സർവീസസ് കസ്റ്റമറിന് മുന്നിൽ കൊടുക്കണം, അല്ലെ. അപ്പൊ അതിന് അയാൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? സ്പെസിഫിക് നോളജ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസും അങ്ങനെയുള്ള സ്കിൽസുകളൊക്കെ അയാൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാരി ഔട്ട് കോൾഡ് കോളിംഗ്, അല്ലെ. കോൾഡ് കോളിംഗ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ പുതിയ പുതിയ ലീഡുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ. കസ്റ്റമറിനോട് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടും അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരിൽ ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കുകയും ചെയ്യുന്നു കോൾഡ് കോളിങ്ങിലൂടെ, അല്ലെ. അപ്പോൾ അങ്ങനെ കോൾഡ് കോളിംഗ് വഴി എന്ത് ചെയ്യാണ്? കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുന്നു, പുതിയ പുതിയ കസ്റ്റമറിനെ അല്ലെങ്കിൽ പുതിയ പുതിയ ലീഡുകൾ ജനറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തോ നോക്കൂ, പ്രിപ്പയർ ആൻഡ് ഡെലിവർ പ്രസന്റേഷൻ ആൻഡ് ഡോക്യുമെന്റേഷൻ ഓഫ് സോഫ്റ്റ്വെയർ, അല്ലെ. അതായത് കസ്റ്റമറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയറിന്റെ പ്രസന്റേഷൻ, അതേപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷൻ നടത്തണം, അല്ലെ. അതായത് നമുക്കറിയാം ഒരു ഹൈലി ടെക്നിക്കലി ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്ത്? IT സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർസ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ തന്നെ അതിന്റെ പ്രസന്റേഷൻ, അതിന്റെ ഡെമോൺസ്ട്രേഷൻ കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കണം, അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആണിത്. അതുപോലെ തന്നെ നോക്കൂ, മെയിൻറ്റെയിൻ അവയർനെസ് ഓഫ് ചേഞ്ചിങ് സോഫ്റ്റ്വെയർ, അല്ലെ. സോഫ്റ്റ്വെയർസ് ഒക്കെ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് വളരെയധികം അപ്ഡേറ്റഡ് ആയിരിക്കണം സെല്ലർ, അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധം സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടെക്നിക്കൽ അഡ്വൈസ്, അല്ലെ, ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുക. അതായത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അത് സെയിൽസ് നടത്തുന്നതിന് മുന്നേയും അതേപോലെ തന്നെ ആഫ്റ്റർ സെയിൽസ് സർവീസസിനിടയിലും ഈ ഒരു ടെക്നിക്കൽ അഡ്വൈസ് കസ്റ്റമറിന് കൊടുക്കാൻ സെല്ലർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള അഡ്വൈസസ് കൊടുക്കുക, അല്ലെ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ മറ്റു മാനുഫാക്ചറിങ് മറ്റു ഏരിയകളിലൊക്കെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്, അല്ലെങ്കിൽ ഇന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള അഡ്വൈസസ് ഒക്കെ കൊടുത്തുകൊണ്ട്
അവരെ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ഹാൻഡിൽ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് ആൻഡ് ഫോൾട്ട്സ് അല്ലെ, എന്തെങ്കിലും ഫോൾട്ടുകളോ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ കൊളീഗ്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൊടുത്തുകൊണ്ട് ഈ ഒരു സർവീസ് സെല്ലർ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു IT ഇൻഡസ്ട്രിയിലുള്ള സെയിൽസ് പേഴ്സൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെ. പ്രധാനമായിട്ടും സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടും ഹാർഡ്വെയറിനെ കുറിച്ചിട്ടും അയാൾക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. എന്താണ് കസ്റ്റമറിന്റെ പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം അതിനുള്ള സൊല്യൂഷൻസ് സെല്ലർ ചെയ്യുന്നു അല്ലേ. ഓക്കെ, അടുത്തൊരു ഏജന്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ഉള്ള ഒരു ഏരിയയാണ്. അതായത് ക്ലയന്റിനെ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളുടെ ഒരു കമ്പാരിസൺ നടത്തണം, അതേപോലെ തന്നെ ഓണറിന്റെ വാണ്ട്സും അതേപോലെ തന്നെ ആ വാങ്ങുന്ന ക്ലയന്റിന്റെ നീഡ്സും ഏകദേശം മാച്ചിങ് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് സ്കിൽസുകളും അതേപോലെ തന്നെ ഒരുപാട് നോളജും ആവശ്യമുള്ള ഒരു ഏജന്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന ഒരാളാണ്, നമുക്ക് കണ്ടു പരിചയമുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലർ ആണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നത്. അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? അപ്രൈസ് പ്രോപ്പർട്ടി വാല്യൂസ് ബൈ കമ്പയറിംഗ് എ പ്രോപ്പർട്ടി വിത്ത് സിമിലർ പ്രൊഡക്ട്സ് അല്ലെ. അയാൾ മുന്നേ വിറ്റിരുന്ന സിമിലർ പ്രൊഡക്ട്സുമായിട്ട് എന്ത് ചെയ്യാണ്, വിൽക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയെ ഒന്ന് അതിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് കമ്പയർ ചെയ്യുന്നു അല്ലെ. അപ്പൊ അതിന്റെ പ്രൈസ്, അതിന്റെ വാല്യൂ അനാലിസിസ് നടത്തും അല്ലെ. ആ ഒരു പ്രോപ്പർട്ടിയുടെ എക്സാക്ട് വാല്യൂ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു അനാലിസിസ് അയാൾ നടത്തും. എങ്ങനെയാണ് അയാൾ അനാലിസിസ് നടത്തുന്നത്? അയാള് മുന്നേ വിറ്റിരുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. അതേപോലെ തന്നെ നോക്കൂ, അഡ്വൈസ് ക്ലയന്റ് ഓൺ ദി മാർക്കറ്റ് കണ്ടീഷൻ, പ്രൈസ്, ലീഗൽ റിക്വയർമെന്റ്സ്. ക്ലയന്റിനോട് എന്താണ് ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അത് പ്രൈസിനെ കുറിച്ചിട്ടും ലീഗൽ റിക്വയർമെന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഉള്ള അഡ്വൈസസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ പ്രൊമോട്ട് സെയിൽസ് ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെ. അതായത് അയാൾ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പ്രൊമോഷൻ, അതായത് നമ്മൾ ഓപ്പൺ ഹൗസിലൂടെയും അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റിലൂടെയും പാർട്ടിസിപ്പേഷൻ ഇൻ മൾട്ടിപ്പിൾ ലിസ്റ്റിംഗ് സർവീസസിലൂടെയൊക്കെ അയാൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു വിൽക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് കമ്പനി ബയ്യേഴ്സ് അല്ലെ. ബയ്യർ ആരാണോ അയാളുടെ കൂടെ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ അയാളുടെ കൂടെ പോകുന്നു. അതേപോലെ തന്നെ അയാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വിസിറ്റിൽ പറഞ്ഞു കൊടുക്കുകയും ആ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻസ് നടത്താൻ സഹായിക്കുകയും അഡ്വൈസ് കൊടുക്കുകയും അതേപോലെ തന്നെ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ കുറിച്ചിട്ടും അതിൻ്റെ സ്യൂട്ടബിലിറ്റിയെ കുറിച്ചിട്ടൊക്കെ ആ ഒരു അവസരത്തിൽ അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ നോക്കൂ, പ്രിപ്പയർ ഡോക്യുമെന്റ് അല്ലെ. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി കൈമാറുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ് കൈമാറേണ്ടി വരും അല്ലെ. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ട്സ് നമ്മളൊരു സെല്ലർക്ക് കൊടുക്കുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, ഒരു ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരുപാട് പേപ്പർ ഡോക്യുമെന്റ്സുകളൊക്കെ വേണ്ടി വരും. അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനൊക്കെ സഹായിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് അറേഞ്ച് ഫോർ ടൈറ്റിൽ സെർച്ചസ് അല്ലെ. അതായത് ഇപ്പോൾ ക്ലയന്റിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ, അതായത് ഉടമസ്ഥത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കൺവെൻഷൻസ്, സെമിനാറുകൾ, സ്റ്റാഫ് അസോസിയേഷൻ മീറ്റിങ്ങുകൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് ക്രെഡിറ്റ് സ്റ്റാറ്റസ് ഓഫ് ദി ക്ലയന്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടും ക്രെഡിറ്റ് വർത്തിനെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അതുപോലെ തന്നെ അറേഞ്ച് ഫോർ നെസസറി മെയിൻ്റനൻസ് അല്ലെ. എന്തെങ്കിലും പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്യാവശ്യ മെയിൻ്റനൻസുകൾ ഉണ്ടെങ്കിൽ അത് ഓണറെ അറിയിക്കുക. അതുപോലെ തന്നെ സെല്ലറിന് അഡ്വൈസ് കൊടുക്കുക, എങ്ങനെ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാം,
അതിന് ആ ഒരു പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അഡ്വൈസസ് ഒക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് മോർട്ട്ഗേജ് ഓപ്ഷൻസ് അല്ലെ, ഏതൊക്കെ രീതിയിലാണ് മോർട്ട്ഗേജ് അല്ലെ, അതായത് നമ്മൾ ലോൺ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള മോർട്ട്ഗേജ് ഓപ്ഷൻസുകളെ കുറിച്ചിട്ടൊക്കെ അഡ്വൈസസ് കൊടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് നിറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഏജന്റ് ആണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഏജന്റ് അല്ലെ. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഏജന്റ് എന്ന് പറയുമ്പോൾ അയാൾ നിരന്തരം പബ്ലിക്കിനും അതേപോലെ തന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ്, ഓഫീസസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ഇവരുമായിട്ടൊക്കെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡീലിങ്സ് നടത്തുകയും കോണ്ടാക്ട് ചെയ്യുകയും അതേപോലെ തന്നെ വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ള ടൈം ഫ്ലെക്സിബിലിറ്റി ഒക്കെ വേണ്ട ഒരു ജോലിയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഏജന്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം വൈ ഡീലിംഗ് വിത്ത് പേഷ്യൻസ്, ദെയർ ഫാമിലി ആൻഡ് കൊളീഗ്സ് അല്ലെ. അതായത് പേഷ്യൻസിനെയും അതേപോലെ തന്നെ മറ്റു അവരുടെ ഫാമിലി ആൻഡ് കൊളീഗ്സുമായി അവരോടൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. പിന്നെ അതുപോലെ തന്നെ വെരി ഫ്ലെക്സിബിൾ ഫോർ വർക്കിംഗ് ഹവേഴ്സ് അല്ലെ, ഏത് സമയത്തും വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അയാളുടെ വർക്കിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസ് ടൈം പോലെ ഇന്ന സമയത്ത് മാത്രം മീറ്റ് ചെയ്യുക അതല്ല, അതായത് എല്ലാ സമയത്തും, അതായത് ക്ലയന്റ് കൺവീനിയന്റ് ആവുന്ന എല്ലാ സമയത്തും വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അയാളുടെ വർക്കിൽ കൊണ്ടുവരണം. പിന്നെ അതുപോലെ തന്നെ എബിലിറ്റി ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ഇൻ അഡ്വാൻറ്റേജസ് ഇൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെ. അതായത് ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുമായിട്ട് എന്തുണ്ടാക്കണം, ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു സഹകരണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. അതുപോലെ തന്നെ സ്ട്രോങ് വർക്ക് എത്തിക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡീലിംഗ് വിത്ത് പ്രഷർ, ടൈം മാനേജ്മെന്റ്, ടീം പ്ലെയേഴ്സ് ആർ സം സ്കിൽസ് which a healthcare provider must possess അല്ലെ. അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ മസ്റ്റ് ആയിട്ടും കൈവശം വെച്ചിരിക്കേണ്ട കുറച്ച് സ്കില്ലാണ് ടൈം മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രഷർ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, വർക്ക് എത്തിക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, മേക്കിംഗ് കോൾഡ് കോൾസ് അല്ലെ. എന്താണ്, മറ്റു അയാളുടെ പ്രധാനപ്പെട്ട ക്ലയന്റുമായിട്ട് കോൾഡ് കോള് മെയ്ഡ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഹെൽത്ത് കെയർ ഏജന്റിന് ഉണ്ടാവേണ്ട സ്കിൽസ് അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഇൻഡസ്ട്രിയാണ് ഫുഡ് സർവീസ് സെയിൽസ് അല്ലെ. ഇവരെന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു റെസ്റ്റോറന്റ് വഴിയൊക്കെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ഫുഡ് സർവീസ് സെയിൽസ് ഏജന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും, ഫുഡ് സെയിൽ ചെയ്യുക അല്ലെ, ഫുഡോ അല്ലെങ്കിൽ ഫുഡ് ഇൻഗ്രീഡിയൻസോ സെയിൽസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസോ ഫുഡോ റീഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് സെയിൽസ് നടത്തുന്നു. അതുപോലെ തന്നെ സെൽ ഫുഡ്സ് ടു റെസ്റ്റോറന്റ്, ഇവന്റ് പ്ലാനേഴ്സ് എക്സെട്ര അല്ലെ. അതായത് കാറ്ററിംഗ് ടീംസിന് അതേപോലെ തന്നെ ഇവന്റ് പ്ലാനേഴ്സിന്, റെസ്റ്റോറൻറ്റ്സിന് ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫുഡ് സെയിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ എടുത്ത് നോക്കൂ, മാനേജ് ആൻഡ് ഡെവലപ്പ് ന്യൂ കസ്റ്റമർ അല്ലെ. പുതിയ കസ്റ്റമറിനെ മാനേജ് ചെയ്യുകയും എന്താണ് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും എന്താണ് ഈ ഒരു സെയിൽസിലേക്ക് അവരുടെ ന്യൂ കസ്റ്റമർ എന്നുള്ള ആ ഒരു ഏരിയയിലേക്ക് പുതിയ കസ്റ്റമറിനെ ആഡ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അതായത് പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുക, നിലവിലുള്ള കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, കോർഡിനേറ്റ് സെയിൽസ് വിത്ത് ഫുഡ് സർവീസസ് പ്രൊഡ്യൂസേഴ്സ് അല്ലെ. അതായത് ഫുഡ് സർവീസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെ. അതായത് അവരുടെ ഡിമാൻഡും കൂടി എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു സെയിൽസ് ഏജന്റ് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ട്രെൻഡ്സ്, പ്രൈസിങ് ഇഷ്യൂസ് ആൻഡ് അതർ യുണീക്ക് ഇഷ്യൂസ് അല്ലെ. അത് മറ്റു യുണീക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രൈസിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റ് വിവിധ ട്രെൻഡുകളിൽ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ മാർക്കറ്റിംഗ് ഇവന്റ്സ് സച്ച് ആസ് എ സെമിനാർ, ട്രേഡ് ഷോസ് ആൻഡ് ടെലി മാർക്കറ്റിംഗ് സർവീസസ് അല്ലെ. അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇവന്റ്സുകളിലൊക്കെ ട്രേഡ് ഷോകളിലൊക്കെ പങ്കെടുക്കുക. പിന്നെ അതുപോലെ തന്നെ റിവ്യൂ മന്ത്ലി ആൻഡ് ബെസ്റ്റ് മോണിറ്ററിംഗ് സെയിൽസ് റിപ്പോർട്ട് അല്ലെ. അതായത്
മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ഡെവലപ്പ് ഡെയിലി വീക്ക്ലി കോൾ ലിസ്റ്റ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒരു ഫുഡ് സർവീസ് ഏജന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ഏരിയകളിലും സെയിൽസ് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഡ്യൂട്ടികളാണ്. അപ്പോൾ നമ്മളിപ്പോ പ്രധാനമായിട്ടും ഒരു 5-6 ഇൻഡസ്ട്രികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ അവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഈ ഭാഗത്തുള്ള അടുത്ത ഒരു സെയിൽസ് ഏജന്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് ഏജന്റ്. അപ്പൊ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് ഏജന്റ് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് നോക്കൂ. ഫസ്റ്റ് വൺ നോക്കൂ, ഫൈൻഡിങ് ന്യൂ കസ്റ്റമേഴ്സ് അല്ലെ. എല്ലാ സെയിൽസ് ഏജന്റും ചെയ്യുന്ന പോലെ തന്നെ എന്താണ്, ന്യൂ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ മീറ്റിംഗ് ഫ്രീക്വന്റ്ലി വിത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെ. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോളോവിങ് ലീഡ്സ് ആൻഡ് ടാർഗറ്റ് പൊട്ടൻഷ്യൽ ന്യൂ കസ്റ്റമേഴ്സ് അല്ലെ. എല്ലാ സെയിൽസ് ഏജന്റും ചെയ്യുന്ന പോലെ തന്നെ ലീഡ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അത് ജനറേറ്റ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പ്രസന്റിംഗ് അറ്റ് ഇൻഡസ്ട്രി കോൺഫറൻസ്, എസ്റ്റാബ്ലിഷിംഗ് നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് അല്ലെ. അതായത് നമ്മൾ ഇൻഡസ്ട്രി കോൺഫറൻസുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഇവന്റ്സുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് അണ്ടർടേക്കിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ അല്ലെ. അതായത് ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും, അതായത് പുതിയ ഓർഡർ പർച്ചേസ് എടുക്കുക, അതേപോലെ തന്നെ ന്യൂ അക്കൗണ്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പുതിയ പ്രൊഡക്ട്സിനെ റിവ്യൂ ചെയ്യുക, അതിന്റെ പഠനം നടത്തുക, അതേപോലെ തന്നെ കംപ്ലൈന്റ്സുകൾ, കസ്റ്റമറുടെ കംപ്ലൈന്റുകളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒരു ഫാർമസ്യൂട്ടിക്കൽ ഏജന്റ് ചെയ്യുന്ന ജോലി. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെയിൽസ് ഏജന്റ് അടുത്തൊരു ഇൻഡസ്ട്രി ഏജന്റ് ആണ് ഇൻഷുറൻസ് സെയിൽസ് ഏജന്റ് അല്ലെ. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഏജന്റ് ആണ് അല്ലെ. എല്ലായിടത്തും നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു നമ്മളുടെ ഇടയിലൊക്കെ ഉള്ള ഒരു ഏജന്റ് ആണ് ഇൻഷുറൻസ് സെയിൽസ് ഏജന്റ് എന്ന് പറയുന്നത് അല്ലെ. എന്തായിരിക്കും അവരുടെ ജോലി, പുതിയ പോളിസികളെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുകയും അല്ലെ, അവരുമായിട്ട് ഇന്റർവ്യൂ നടത്തുകയും അതേപോലെ തന്നെ കോൾഡ് കോൾസ് അല്ലെ, എന്താണ് മേക്കിംഗ് ന്യൂ കസ്റ്റമേഴ്സിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾഡ് കോൾസ് മേക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് പോളിസിയെ കുറിച്ച് അനലൈസ് ചെയ്യുകയും അവരുടെ എന്തെങ്കിലും അത് റിന്യൂ ചെയ്യാനുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുകയും അതുപോലെ തന്നെ ക്ലയന്റിന്റെ സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കുകയും. ഇത്രയും ആക്ടിവിറ്റീസുകളാണ് പ്രധാനമായിട്ടും ഒരു ഇൻഷുറൻസ് സെയിൽസ് ഏജന്റ് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്തൊരു ഭാഗം നോക്കൂ, ക്രൈറ്റീരിയ ഫോർ സക്സസ് ഇൻ സെയിൽസ് കരിയർ. ഒരു സെയിൽസ് കരിയർ സക്സസ് ആവാൻ ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ലവ് ഓഫ് സെല്ലിംഗ് അല്ലെ. നമ്മൾ എപ്പോഴും ഏത് ജോലിയിലാണ് എന്നുണ്ടെങ്കിലും ആ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്യുവാനും അതേപോലെ തന്നെ സക്സസ്ഫുൾ ആയി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് ലവ് ഓഫ് സെല്ലിംഗ്. നമ്മൾ ഏത് ജോലിയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ജോലിയെ ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഒരു സെയിൽസ് കരിയർ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയെ നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ആ ഒരു ജോലിയെ സ്നേഹിക്കുന്നതോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനും അതേപോലെ തന്നെ കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കസ്റ്റമറിനെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനും ഡെമോൺസ്ട്രേഷൻ, പ്രസന്റേഷൻ, ഇത്തരത്തിലുള്ള സെയിൽസ് ആക്ടിവിറ്റീസുകളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യാൻ ഒരു സെല്ലർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയെ അയാൾ ഇഷ്ടപ്പെടണം. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, വില്ലിംഗ്നെസ് ടു വർക്ക് ഹാർഡ്, വർക്ക് സ്മാർട്ട് അല്ലെ. നമുക്കറിയാം ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ജോലിയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഒരു ഓഫീസ് ടൈം പോലെ ഇത്ര ഹവേഴ്സ് അല്ലെങ്കിൽ 8 hours അങ്ങനെയൊന്നും അല്ല അല്ലെ. അതായത് ഇപ്പോൾ എപ്പോഴും വർക്ക് ചെയ്യാനുള്ള ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഒരു സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേസിലൊക്കെ വർക്ക് ചെയ്യുക, ക്ലയന്റിന് കൺവിൻസ് ആവുന്ന അല്ലെങ്കിൽ അവർക്ക് കംഫർട്ട് ആവുന്ന ഏത് ടൈമിലും അവരെ പോയി മീറ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാക്കണം അല്ലെ. അതായത് ഒരു ഫീൽഡ് വർക്കാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അയാൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അയാൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു സെല്ലർ എപ്പോഴും ഹാർഡ് വർക്കർ ആയിരിക്കണം, അതേപോലെ തന്നെ സ്മാർട്ടർ ആയിരിക്കണം.
അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, ഹാവ് ആൻ ഓപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക് അല്ലെ. ഒരു സെല്ലർ നമ്മൾ പറയില്ലേ, ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിരിക്കണം. നമുക്കറിയാം സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് ടാസ്കുകളും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു സ്പെസിഫൈഡ് വർക്കിംഗ് ഹവേഴ്സ് ഇല്ല, ഏത് സമയത്തും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവണം. അതേപോലെ തന്നെ വിവിധ ടൈപ്പ് ഓഫ് കസ്റ്റമറിനെ നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഒരു ഓപ്റ്റിമിസ്റ്റിക് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം അയാൾക്കുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ ഇത് സെല്ലറിനെ സഹായിക്കും. അതുപോലെ തന്നെ ബി നോളജബിൾ അല്ലെ. ഒരു സെല്ലർക്ക് അത്യാവശ്യം വേണ്ട ഒരു അല്ലെങ്കിൽ വളരെയധികം വേണ്ട ഒരു കാര്യമാണ് എല്ലാത്തിനെ കുറിച്ചിട്ടും നോളജ് ഉണ്ടായിരിക്കണം. മാർക്കറ്റിന്റെ ട്രെൻഡുകളെ കുറിച്ചിട്ടും കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനെ കുറിച്ചിട്ടും കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജീസിനെ കുറിച്ചിട്ടും എല്ലാത്തിനും ഉപരി അയാൾ വിൽക്കുന്ന പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ടൊക്കെ അയാൾക്ക് നല്ല രീതിയിൽ ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ബി റൂത്ത്ലെസ് അബൌട്ട് ടൈം അല്ലെ. അതായത് ഒരു ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത്. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് ടൈം മാനേജ്മെന്റിലൂടെയൊക്കെ സെയിൽസ് നടക്കുമ്പോഴാണ് ആ ഒരു സെല്ലർ നല്ല രീതിയിൽ ആ ഒരു സെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലിസൺ ടു അൺകവർ കസ്റ്റമർ നീഡ്. ഒരു സെല്ലർക്ക് അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ നെസസറി സ്കിൽസ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസണിങ് സ്കില്ല് അല്ലെ. കസ്റ്റമറിന്റെ നീഡ് എന്താ, കസ്റ്റമറിന്റെ വാണ്ട്സ് എന്താ, അയാളുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള സൊല്യൂഷനാണ് സെല്ലർ വിൽക്കേണ്ടത് അല്ലെ. അപ്പൊ ഏതെങ്കിലും കസ്റ്റമറിന്റെ അൺകവർ നീഡ്സിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടും അവരുടെ ഡൗട്ട്സുകളൊക്കെ പരിഹരിച്ചു കൊടുത്തുകൊണ്ടും ഒക്കെ ആവണം സെല്ലർ കസ്റ്റമറിനെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ സെർവ് യുവർ കസ്റ്റമർ അല്ലെ. കസ്റ്റമർ ആണ് നമ്മുടെ കിങ് അല്ലെ. കസ്റ്റമറിന്റെ നീഡ്സും കസ്റ്റമറിന്റെ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലേക്കാണ് എപ്പോഴും സെല്ലർ ശ്രമിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസും അവർക്ക് ആഫ്റ്റർ സെയിൽസ് സർവീസസ് ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ടും അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തു കൊടുത്തുകൊണ്ടും ഒക്കെ അവരെ സെർവ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനുള്ളൊരു മെന്റാലിറ്റി ആർക്കുണ്ടായിരിക്കണം? സെല്ലർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബി ഫിസിക്കലി ആൻഡ് മെന്റലി പ്രിപ്പയർഡ് അല്ലെ. അതായത് ഫിസിക്കലി ആൻഡ് മെന്റലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കണം സെല്ലറുടേത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു വിവിധ ട്രാവലിംഗ് അതേപോലെ തന്നെ വിവിധ സിറ്റുവേഷൻസിലുള്ള കസ്റ്റമറിനെ നമ്മൾ കാണണം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ അതൊക്കെ ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ സെല്ലർക്ക് എന്തുണ്ടായിരിക്കണം? മെന്റലി അതേപോലെ തന്നെ ഫിസിക്കലി അയാൾ ഹെൽത്ത് ആയിരിക്കണം അല്ലെ. അതായത് വളരെയധികം പ്രിപ്പയർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം അയാൾ സെല്ലറിനെ മീറ്റ് ചെയ്യാൻ പോകേണ്ടത്. അപ്പൊ ഇത്രയും ക്രൈറ്റീരിയാസ് ആണ് ഒരു സെയിൽസ് കരിയറിൽ അയാൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെയിൽസ് കരിയർ അയാൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്രയും ക്രൈറ്റീരിയാസ് അയാൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു സെയിൽസ് കരിയർ അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ എന്താണ് സെയിൽസ് കരിയർ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് അതിന്റെ ബെനിഫിറ്റ്സുകൾ അല്ലെ. അതായത് സെയിൽസ് കരിയർ തിരഞ്ഞെടുക്കുന്നതോട് കൂടിയിട്ട് ഒരു സെല്ലർക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെയിൽസ് കരിയർ ബിൽഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ വിവിധ മേഖലകളിലുള്ള നമുക്കറിയാം സെയിൽസ് ഏജന്റ് എന്ന് പറയുന്നത് പല വ്യത്യസ്ത രീതിയിലാണ് അല്ലെ. അതായത് പല ജോലിയിലും വ്യത്യസ്ത രീതിയിലാണ് അയാൾ പെരുമാറുന്നത്, വ്യത്യസ്ത ടാസ്കുകളാണ് അയാൾക്കുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഇൻഡസ്ട്രീസിലെ വിവിധ സെയിൽസ് ഏജന്റുകൾ ഫോളോ ചെയ്യേണ്ട ടാസ്കുകൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്.